എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടും നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനും ഹെയറിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നാമത്തേത് ഉലുവ, പിന്നെ ചെമ്പരത്തിയുടെ പൂവ്, കറ്റാർവാഴ. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു ഹെയർ പാക്കാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലും അനുഭവത്തിലും നമ്മുടെ ഹെയറിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന പാക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലാതെ കെമിക്കൽസ് കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ടെമ്പററി ആയിട്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ പിന്നീട് അത് ഫ്യൂച്ചറിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും ഉലുവയാണ്. അപ്പോൾ ഞാൻ ഉലുവ തലേ ദിവസം തന്നെ ഒരു 3 ടീസ്പൂണ് എടുത്തിട്ട്, നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളതാണ് എടുത്തേക്കണത്, 3 ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ട് വെച്ചതിൻ്റെ ഇരട്ടി കുതിർന്ന് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു. ഒരു 12 മണിക്കൂർ ഞാൻ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉലുവ അരയ്ക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഉലുവയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഉലുവ കുതിരാനുള്ള സമയം ഒരു 12 മണിക്കൂറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നല്ല പോലെ ആ ഉലുവ നന്നായി കുതിർന്ന് നമുക്ക് കിട്ടും. രണ്ടാമത്തതായി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴ നമ്മുടെ ഹെയറിന് നല്ല പോലെ ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനും ഒരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആയിട്ടും മുടി കണ്ടീഷൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അലോവേറ. അപ്പോൾ അലോവേറയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻപ് റെഡിയാക്കി വെച്ച ഉലുവ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുതിർന്നപ്പോൾ. പിന്നെയുള്ളതാണ് ഹെബിസ്കസ്, നമ്മുടെ ചെമ്പരത്തിയുടെ പൂവും ഇലയും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടാവുന്ന പോലെ ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂവ് നമുക്ക് നല്ലൊരു ഷൈൻ മുടിക്ക് തരും. അതുപോലെ തന്നെ മുടിയുടെ വോളിയം കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ വൈറ്റമിൻസും അമിനോ ആസിഡൊക്കെ റിച്ച് ആണ് ഈ ഹെബിസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അലോവേറ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ട്, അപ്പോൾ അത് അലർജറ്റിക് ആയിരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ വെക്കുക, അല്ലെങ്കിൽ ചാരി വെച്ചാലും മതി. അതിനുശേഷം അത് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പച്ച പുറത്തെ ആ ലെയർ കളഞ്ഞതിന് ശേഷം ഇതുപോലെ റെഡിയാക്കി എടുക്കണം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സി ജാറിൽ കുതിർത്തി വെച്ച ഉലുവ ഇടാം. പിന്നെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചെമ്പരത്തി അതുപോലെ തന്നെ അലോവേര ഈ 3ഉം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സിയിൽ നന്നായി പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ഉലുവ കുതിരാനായിട്ട് ഇട്ട് വെച്ച വെള്ളം കളയരുത്. ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ഞാൻ അത്യാവശ്യം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അതായത് അല്ലെങ്കിൽ മുടിയിൽ ഇങ്ങനെ പൊടി പോലെ ഉലുവയുടെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഇരിക്കും. അപ്പോൾ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഉലുവ കുതിർത്ത വെള്ളവും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി പോലെ നമുക്ക് അത് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഹെയറിനെ നന്നായി, ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായി പ്രൊമോട്ട് ചെയ്യും. ഈ 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടി ബ്രേക്കേജ് ആവാം അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹെയർ ഡാമേജ് കുറച്ചിട്ട് ഹെയർ സ്കാൽപ്പിനെ, ഹെയർ ഫോളിക്കിൾസിനൊക്കെ നന്നായി നറിഷ് ചെയ്യണ ഇൻഗ്രീഡിയൻസ് ആണ് ഈ പാക്കിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാക്ക് ഉപയോഗിക്കണേക്കാൾ മുൻപ് നമ്മുടെ മുടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാച്ചിയ എണ്ണയാണെങ്കിൽ അത് തേച്ചതിന് ശേഷം
ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ മുടിയുടെ ചട കളയണത് നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇത് കെട്ടിവെച്ചതാണ്, ചടയൊക്കെ കളഞ്ഞ് കെട്ടിവെച്ചതാണ്. പക്ഷെ എൻ്റെ മുടി പെട്ടെന്ന് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചട പിടിക്കണതാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ പാക്ക് സ്കാൽപ്പിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണാടയോ ഒന്നുമില്ലാത്ത കാരണം എൻ്റെ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലും എല്ലാ ഭാഗത്തും മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് പിടിപ്പിക്കണം. ചെമ്പരത്തിയും അലോവേരയും ഒക്കെ നമ്മുടെ മുടീനെ ഷൈൻ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഒരു കണ്ടീഷനിങ് എഫക്റ്റ് നമ്മുടെ മുടിക്ക് തരും. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉലുവയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകാം. നന്നായി ഇതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും നമ്മൾ വെള്ളത്തിൽ കഴുകി കളയണം. പിന്നെ അത് തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ഹെയറിൽ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കഴുകണം. പിന്നെ ഈ ഉലുവയൊക്കെ നമ്മുടെ ഹെയർ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യും നന്നായിട്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ ഹെയർ പാക്ക് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അധികം നേരം വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം പനിയൊക്കെ വരും. അപ്പം നന്നായി വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തല കെട്ടി വെച്ചിട്ടുണ്ട്, വെള്ളം ഒന്ന് പോവാനായിട്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം ഹാർഷായിട്ട് തലമുടി ഇങ്ങനെ തോർത്തെടുക്കാൻ പാടില്ല. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് നേരം മുടി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നനഞ്ഞ മുടി ഇങ്ങനെ ചീർപ്പ് വെച്ച് വലിച്ചീരരുത്. നല്ലത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചട കളയണതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.